സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പിള്ളി. ഇന്ന് 2026 ഫെബ്രുവരി 11 ബുധനാഴ്ച. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. ഇത് എൻ്റെ തിരക്കഥ ഡിനു തോമസ് ഈലൻ എന്ന വ്യക്തിയാണ് എഴുതിയത്. ബിജു മേനോനും ജോജു ജോർജും മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു തിരക്കേടില്ലാത്ത ചിത്രമാണ്, ഒരു സസ്പെൻസ് ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. ഇതിനൊരു ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്, ഒരു ബിബ്ലിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ബൈബിളുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. ഈ തലക്കെട്ടിന് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ബൈബിൾ പ്രകാരം ഗൊൽഗോത്ത മലയിൽ, അതായത് ജെറുസലേമിന് പുറത്തുള്ള, ലാറ്റിനിൽ അതിന് കാൽവരി എന്നും പറയും, അവിടെയാണ് യേശുദേവൻ ക്രൂശിക്കപ്പെട്ടത്, കുരിശിലേറ്റപ്പെട്ടത്. അദ്ദേഹത്തിന് രണ്ടു ഭാഗത്തും ഒരേ കള്ളന്മാരെയും ഇതേ വിധിക്ക് വിധിക്കപ്പെട്ടിരുന്നു, ശിക്ഷിക്കപ്പെട്ടിരുന്നു. അതിൽ ഇടതുവശത്തെ കള്ളൻ നിരന്തരം യേശുവിനെ പരിഹസിക്കുകയും ആക്ഷേപവാക്കുകൾ ഉച്ചരിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ വലതുവശത്തിരിക്കുന്ന കള്ളൻ യേശുദേവനെ നോക്കി പുഞ്ചിരിക്കുകയും അദ്ദേഹത്തിന് ആശ്വാസവചനങ്ങൾ ചൊരിയുകയും ചെയ്തുകൊണ്ടിരുന്നു. സത്യത്തിൽ ഈ വലതുവശത്തെ കള്ളൻ ഒരു കള്ളനെ ആയിരുന്നില്ല, കുറ്റവാളിയെ ആയിരുന്നില്ല. അയാളുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടുകയായിരുന്നു, നിരപരാധിയായിരുന്നു സത്യത്തിൽ അയാൾ. ഇതേ ഒരു റെലവൻസ് ഈ സിനിമയിലുമുണ്ട്. ഒരു കഥാപാത്രത്തെ നാം ഉടനീളം തെറ്റിദ്ധരിക്കുന്നു, പക്ഷെ അവസാനമാണ് അറിയുന്നത് അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം വേറൊരാൾക്ക് വേണ്ടി ബലിയാടാവുകയായിരുന്നു എന്ന്. ഇത് സിനിമയിലെ കഥയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലും ഇത്തരമൊരു കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാകുന്നു, പാർലമെന്റ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലും. 2014 പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ ശ്രീകോവിലിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന മോദിജിയാണ് ലോകം കണ്ടത്. മുഖ്യമായും 4 ധർമ്മങ്ങളാണ് പാർലമെന്റിൽ ഉള്ളത്. നിയമനിർമ്മാണം, ബജറ്റ് അംഗീകരിക്കൽ. ഇത് രണ്ടും ട്രഷറി ബെഞ്ചുകളുടെ, അതായത് ഭരണകക്ഷിയുടെ ജോലിയാണ്, അവർക്കാണല്ലോ ഭൂരിപക്ഷം. ഭരണകൂടത്തെ ചോദ്യം ചെയ്യുക, ജനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും ഉന്നയിക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഇന്ത്യ പിന്തുടരുന്നത് എന്നതിനാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ അവിടെ ചോദിക്കുക. ഈ ചോദ്യങ്ങൾ പ്രഥമവും പ്രധാനവുമായി ഉയരേണ്ട വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ്. അതിനുള്ള അവസരവും അവകാശവും നിഷേധിക്കപ്പെട്ടാൽ പാർലമെന്റ് വെറും കല്ലും മണ്ണുമടങ്ങുന്ന കെട്ടിട സമുച്ചയം മാത്രമായി മാറുമെന്ന് നാം അറിയേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ 11 വർഷങ്ങളിൽ പാർലമെന്റിൽ ഏറ്റവും ക്ഷാമം ചർച്ചകൾക്കായിരുന്നു. നെഹ്റുവിൻ്റെ കാലത്തേക്കൊന്നും പോകേണ്ട. 2009, 2014 കാലഘട്ടങ്ങളിൽ 75% ബില്ലുകൾ വിവിധ കമ്മിറ്റികളുടെ പരിശോധനയ്ക്ക് വിട്ടെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലമായി അവ 13% കുറഞ്ഞു. കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ അവ പ്രതിപക്ഷ അംഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാവും. ഓരോ നിയമവും കൂലങ്കഷമായി ചർച്ച ചെയ്യപ്പെടും. കമ്മിറ്റികൾക്ക് വിടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചർച്ചകൾക്കും ചോദ്യം ചോദിക്കലിനും ഒന്നും അവസരമില്ല എന്ന് തന്നെയാണ്. അടിയന്തരമായി ഒരു ജനകീയ പ്രശ്നം ഉന്നയിക്കുന്നതിന് നോട്ടീസ് നൽകാൻ MP-മാർക്ക് അവകാശമുണ്ട്. 14-15 ലോക്സഭകളിൽ, അതായത് 2004, 2014 ഇത്തരം 152 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടെങ്കിൽ 16-17 ലോക്സഭകളിൽ, അതായത് 2017, 2020 ഇവയുടെ എണ്ണം 17 കുറഞ്ഞു എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 2001 ഡിസംബറിൽ 146 MP-മാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പല ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ട സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. അതിന് കാരണമായി
ഭരണപക്ഷത്തെ ഒരു കക്ഷിയുടെ നേതാവ് പറഞ്ഞത്, പ്രതിപക്ഷ വനിതാ എംപിമാർ പ്രധാനമന്ത്രിയെ കടിക്കാനിടയുണ്ട് എന്ന ഒരു പരിഹാസം കലർന്ന മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പണ്ട് പപ്പു എന്ന പേരിലൊക്കെ കളിയാക്കി വിളിച്ചിരുന്നെങ്കിലും ഇന്ന് അങ്ങനത്തെ ഒരു കഴിവുള്ള നേതാവാണ് താനെന്ന കലാന്തരത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾ നേരിടാൻ മടിയുള്ള ഒരു ഭരണകൂടത്തിന് ഇത്തരമൊരു പ്രതിപക്ഷ നേതാവ് അലോസരവും ശല്യവുമാകുന്നു. അല്പം പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തന്നെ ഇല്ലാതാക്കുകയാണ് പരിഹാരം എന്നായിരിക്കാം മോദി സർക്കാർ ചിന്തിക്കുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയെ പറ്റിയുള്ള ചർച്ച വന്നപ്പോൾ വളരെ ഏകപക്ഷീയമായ രീതിയിലുള്ള മറുപടികളാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. ISR നമ്മുടെ എന്യൂമറേഷൻ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഇതൊക്കെ തികഞ്ഞ തട്ടിപ്പായിട്ടാണ് പ്രതിപക്ഷം ഇവിടെ അവതരിപ്പിച്ചതെങ്കിൽ അതിന് കൃത്യമായ മറുപടിയൊന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും കിട്ടിയില്ല. PMC ഫണ്ട് വിവാദം, അതേപോലെ തന്നെ പിന്നെ മുൻ കരസേന മേധാവിയായിരുന്ന മുകുന്ദ് നരവനെയുടെ ഇനിയും പ്രസിദ്ധീകരിക്കാത്ത ആ പുസ്തകം പ്രസാധനത്തിനായി പ്രതിരോധ മന്ത്രാലയത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, 2-3 തവണ ചൈന നമ്മുടെ അതിർത്തി കടന്ന് ഉള്ളിലേക്ക് കടന്നു വന്നു, പക്ഷേ രാഷ്ട്രീയ നേതൃത്വം എന്ത് ചെയ്യണമെന്ന് ഒരു കൃത്യമായ നിർദ്ദേശം നൽകിയില്ല. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്തോളൂ എന്നുള്ള ഒഴുക്കൻ മറുപടിയാണ് കൊടുത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ നമുക്ക് വളരെ നിരാശയുണ്ടാക്കുന്ന സമീപനമാണ് സ്പീക്കർ ഓം ബിർളയിൽ നിന്നുണ്ടായത്. ഇതിന് അനുവാദം കൊടുത്തതേയില്ല. പ്രതിപക്ഷത്തിന് അനുവാദം കൊടുക്കാതിരുന്നത് കടുത്ത നിയമലംഘനമാണെന്ന് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ ഒരു സമയം ഇസ്രയേലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു പെഗാസിസ് എന്ന് പറഞ്ഞൊരു ചാര ഉപഗ്രഹത്തിൻ്റെ ഒരു കാര്യമുണ്ട്. ഈ പെഗാസിസ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു, സുപ്രീം കോടതി. യെസ് ഓർ നോ എന്ന് പറയാനാ പറഞ്ഞ്. പക്ഷെ അതിന് ഒരു ഉത്തരം നൽകിയതായിട്ട് നാം എങ്ങും വായിച്ചു കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിന് എന്ത് പ്രസക്തി, എന്ത് സാങ്കത്യം എന്ന് നാം ചിന്തിച്ചു പോകും. PM KS ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി, ദേശീയ പ്രതിരോധ ഫണ്ട് എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഈ പാർലമെൻറ്റിൽ അരുതെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ മൻ കി ബാത്ത് മാത്രം മതിയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എങ്കിൽ അത് വളരെ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. ജനാധിപത്യത്തോടും ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടും തരിമ്പെങ്കിലും കൂറും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും ഈ നിർദ്ദേശങ്ങൾ കേട്ട് ആ സ്ഥാനങ്ങളിൽ തുടരാൻ ആവില്ല. PM KS ഫണ്ട് പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമല്ല. ഏറ്റവും അവസാനം ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം 6284 കോടി രൂപയാണ് ഈ ഫണ്ടിലുള്ളത്. ഇത്രയും അധികം രൂപ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ചോദിക്കരുത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ വിചിത്രമായ രീതിയിൽ പ്രതികരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അവലംബിച്ചിരുന്ന ഒരു നയമാണ് ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. 1950 സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായ രാജ്യമാണ് ഇന്ത്യ എന്ന പരമമായ സത്യത്തിന് നേർക്കാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ തുടരുന്നതിന് മുമ്പ് നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടേണ്ടതുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലൈംഗിക കുറ്റവാളിയായിരുന്നു അദ്ദേഹം. വളരെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അദ്ദേഹം വളരെയധികം തവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1953 ജനിച്ചു. ഒരു കണക്ക് അധ്യാപകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഡിഗ്രി ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് എന്ന് അറിയില്ല.
പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. നമ്മുടെ ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയൊക്കെ പോലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പോലെ ഇദ്ദേഹം പെട്ടെന്നാണ് വലിയവരുടെ പ്രിയങ്കരനായി തീർന്നത്. ന്യൂ മെക്സിക്കോയിലുള്ള അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദൃശമായ ബംഗ്ലാവിൽ 30,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറയുന്നു. 60 ലക്ഷം പേജുള്ള എപ്സ്റ്റീൻ ഫയൽസ് എന്ന ഒരു രേഖകളുടെ സമുച്ചയമാണ് ഈയിടെ പുറത്തു വന്നത്. 20 വർഷമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നു വരുന്നു. ഇതിൽ ഇയാൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ആൾ ഒരു റോയൽ പിമ്പാണ്, ഒരു എന്താ പറയുന്നത്, കൂട്ടിക്കൊടുപ്പുകാരനാണ്. അതായത് ഇയാളുടെ കക്ഷികളുടെ ലിസ്റ്റിൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉണ്ട്, മുൻ പ്രസിഡന്റ് ക്ലിൻ്റൺ ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഹിലരി ക്ലിൻ്റൺ ഉണ്ട്, ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ രാജകുമാരനുണ്ട്, ശതകോടീശ്വരനായ ബിൽ ഗേറ്റ്സ് ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് അനിൽ അംബാനിയുണ്ട്, അദാനിയുണ്ട്, പിന്നെ ഇതിലും കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു. നമ്മളതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. ഇവരൊക്കെ നമ്മുടെ ജെഫ്രി എപ്സ്റ്റീൻ്റെ പറ്റുകാരായിരുന്നു. ഇവർ ചെയ്യുന്നത്, ഈ പണക്കാരായവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആദ്യം ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുമ്പോൾ അവരുടെ ശരീരത്തിൽ അഡ്രിനാലിൻ ഉണ്ടാകുന്നു. ഈ അഡ്രിനാലിൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അത് അഡ്രിനോക്രോം ആയി മാറുന്നു. അഡ്രിനോക്രോം എന്ന ഒരു കോമ്പൗണ്ടായി മാറുന്നു. അതിൻ്റെ കെമിക്കൽ ഫോർമുല C9H9NO3 എന്നാണ്. ഈ അഡ്രിനോക്രോം ഈസ് ആൻ അൺസ്റ്റേബിൾ വയലറ്റ് കളേർഡ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് അഡ്രിനാലിൻ. ഈ പറയുന്ന അഡ്രിനോക്രോം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ അവർക്ക് യൗവനം നിലനിർത്താനാവും എന്നൊരു അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ നമുക്കറിയില്ല, വലിയ പണക്കാരുടെ ഇടയിലുണ്ട്. അവർ അത്തരത്തിൽ ഈ ധാരാളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കഥകൾ പുറത്തു വരുന്നുണ്ട്. പല വമ്പന്മാരുടെയും പേരുകളുണ്ട്, അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ധാരാളം പേര് രാജിവെച്ചിട്ടുണ്ട്, ധാരാളം പേര് തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്, ധാരാളം പേർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈയിടെ അമേരിക്കയ്ക്ക് ഇന്ത്യ കീഴടങ്ങി എന്നുള്ള രീതിയിൽ ഒരു വ്യാപാര കരാറിൻ്റെ കാര്യമുണ്ട്. അത് പ്രധാനമന്ത്രിക്ക് പറ്റിയ ഒരു പിഴവാണെന്ന് പറയപ്പെടുന്നു. കാര്യം അനിൽ അംബാനിയുടെ പേരിൽ വലിയ ഇക്കാര്യം സംബന്ധിച്ച വലിയ കേസുകൾ അമേരിക്കയിലുണ്ട്. അനിൽ അംബാനി നമ്മുടെ മോദിജിയുടെ അടുത്ത സ്വന്തക്കാരനാണ്. അദ്ദേഹത്തെയും അദാനിയും ഒക്കെ രക്ഷിക്കാനാണ് അമേരിക്ക കീഴടങ്ങിയത് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം അത് തെളിയിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം തെളിയിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. എ സീക്രറ്റ് കെപ്റ്റ് ബൈ ഇന്നസെൻസ് ബിക്കംസ് എ ട്രഷർ. എ സീക്രറ്റ് kept by innocence becomes a treasure and not a burden. True innocence survives both misunderstanding and uninvited suspicion. True innocence survives both misunderstanding and uninvited suspicion. Innocence is the art of feeling hope even in an uncertainty. അപ്പോൾ ഇങ്ങനെ പുകമഞ്ഞ് ഒക്കെ ഇവിടെ ഉരുണ്ടുകൂടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സത്യം തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹം എങ്ങും ഒളിച്ചോടിപ്പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ പേർക്ക് ആരോപണങ്ങൾ വരുമ്പോൾ അത് നിഷേധിക്കുക മാത്രമല്ല, തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ആ ബാധ്യത അദ്ദേഹം നിറവേറ്റും. അദ്ദേഹത്തിന് ധാർമ്മികമായി അതിങ്ങനെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. ഈ എപ്സ്റ്റീൻ ഫയൽസിലേക്ക് അദാനിയെയും അംബാനിയെയും അതേപോലെ മറ്റു പലരെയും എടുത്തു പേര് പറയുന്നില്ല. അവർക്കൊക്കെ അവരുടെയൊക്കെ നിരപരാധികളാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ട്. അവരത് ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശയിൽ കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.